നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രോഗ്രാം കാണാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല ഞാൻ. അത് കൊള്ളാം. വന്ദനെ, ആദ്യം നിന്റെ ആ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കേണ്ടത്. ദേ, ആളുകളായിട്ടൊക്കെ ഒന്ന് ഇടപഴകി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മാത്രമേ ആ മാനസികാവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവൂ. എന്താ, തനിക്ക് കഴിയോ? കഴിയും, പക്ഷേ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാടാ. എന്ത് റിസ്ക് വേണമെങ്കിലും എടുത്തോ. താൻ ചോദിക്കുന്ന പണം ഞാൻ തന്നിരിക്കും. ഇന്ന് വന്ദനയുടെ അനിയത്തിയുടെ ഹൽദിയാ. വന്ദനയും കുട്ടിയും അവരുടെ റിസോർട്ടിലുണ്ടാവും. ആ റിസോർട്ട് അറിയോ തനിക്ക്? അതൊക്കെ എനിക്കറിയാം. ഹൽദിയുടെ തിരക്കിലും ബഹളത്തിലും ഇടയിൽ കുട്ടിയെ അവളോ മറ്റാരും ശ്രദ്ധിക്കാൻ വഴിയില്ല. തട്ടിയെടുക്കാൻ എളുപ്പോ. കുട്ടിയെ തട്ടിയെടുത്ത് മാഡത്തിന്റെ വീട്ടിലെത്തിച്ചാ മതിയോ? വേണ്ട, ഞാൻ കാറുമായിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ എത്തിച്ചാ മതി. ഓക്കെ മാഡം, എത്രയും പെട്ടെന്ന് മാഡം പറയുന്നിടത്ത് ഞാൻ കുട്ടിയെ എത്തിച്ചിരിക്കും. ഇതാ 50,000 രൂപ അഡ്വാൻസ്. ബാക്കി എത്ര വേണോന്ന് വെച്ചാ തന്നേക്കാം. കുട്ടിയും കൊണ്ടേ ഇവിടെ വരാവൂ. ഓക്കെ മാഡം. പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഫോണിലേക്ക് അയച്ചേക്കാം. ഓക്കെ. പിന്നെ ഈ വിവരം ഞാനും താനും അല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ല മാഡം. എന്നാ വിട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനി കുഞ്ഞിനെ കൊണ്ട് അവള് വരത്തോളോ? ആ എണ്ണം കെട്ടവൾ പടിയിറങ്ങിയപ്പോഴാ ഒന്ന് ഗുണം പിടിച്ചു തുടങ്ങിയത്. അതിന് തിരിച്ചു വന്നാലോ 4 തെറി പറയാനോ തല്ലാനോ അവള് സമ്മതിക്കത്തുമില്ല. ആ മാരണത്തിന്റെ ശുശ്രൂഷ കൂടി അവൾ എന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് എന്റെ പേടി. അല്ല, രാഗി വന്ദനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയേക്കല്ലേ? അതുകൊണ്ട് കുട്ടിക്ക് ശക്തമായ കാവലുണ്ടാവും. ഇനി അതൊക്കെ വെച്ചിട്ട് ഇനി ആ കുട്ടിയെ കൊണ്ടുവന്നാൽ നയത്തില് പെരുമാറണം. രാഗിയെ പിണക്കിയ എല്ലാ കാര്യവും വെള്ളത്തിലാവും. അല്ല, കൊച്ചിന്റെ പേരില് രാഗിക്ക് അവകാശമൊന്നുമില്ലാന്ന് എഴുതി കൊടുത്തിട്ട് വീണ്ടും തട്ടിക്കൊണ്ടുവന്ന വക്കീലും നിയമങ്ങളും ഒക്കെ തലപൊക്കില്ലേന്നാ എന്റെ സംശയം. കൊച്ചു ജീവിച്ചിരിക്കുന്ന അപകടം അതിനെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന വഴിയാ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഗി, നീ ഇതെവിടായിരുന്നു? ഞാൻ എത്ര വർഷം നിന്നെ ഫോണിൽ വിളിച്ചു, കിട്ടുന്നില്ലായിരുന്നു. ഇവക്കിത് എന്തു പറ്റി? വന്ദന, പ്രോഗ്രാം തുടങ്ങാറായി. നീ വരുന്നില്ലേ? ഇല്ല സുചിത്രേച്ചി, ഞാനും ദീമോളും ഇവിടെ ഇരുന്നോളാം. പ്രോഗ്രാം കാണാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല ഞാൻ. അത് കൊള്ളാം. വന്ദനെ, ആദ്യം നിന്റെ ആ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കേണ്ടത്. ദേ, ആളുകളായിട്ടൊക്കെ ഒന്ന് ഇടപഴകി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മാത്രമേ ആ മാനസികാവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവൂ. ദിയമോക്ക് പ്രോഗ്രാം കാണണ്ടേ? കാണണം. വാ വന്ദനമേ,
നമുക്കും പോയി കാണാം. പ്ലീസ് വന്ദനമ്മേ. കേട്ടില്ലേ കുട്ടിക്ക് പ്രോഗ്രാം കാണണോന്ന്. കുട്ടികളുടെ മനസ്സിലെ ആഗ്രഹങ്ങള് തല്ലിക്കെടുത്താൻ പാടില്ല. വാ. ചേച്ചി പൊക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. അച്ഛച്ചാ, ഈ ഹൽദി കല്യാണം എന്താ? ആ ഇത് ഉത്തരേന്ത്യയിലുള്ളൊരു ചടങ്ങായിരുന്നു മോളെ. ഇപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിലും ആഘോഷിക്കാൻ തുടങ്ങി. മാധവേട്ട, ഈ കൊച്ചു കുഞ്ഞിനോട് ഉത്തരേന്ത്യയിലെ ചടങ്ങാണെന്നൊക്കെ പറഞ്ഞ മനസ്സിലാകോ? മോളെ, അച്ഛമ്മ പറഞ്ഞുതരാം. ഇതിന് മഞ്ഞൾ കല്യാണം പറയും. എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട്, കല്യാണ ചെറുക്കനും പെണ്ണും മാത്രമൊന്നുമല്ല കേട്ടോ, ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു പരിപാടി ഇത്. അപ്പോൾ ഞാനും മഞ്ഞ രസിച്ചത് അതിനാണോ? പിന്നല്ലാതെ മോളും മഞ്ഞ ഡ്രസ് ഇട്ടത് അതുകൊണ്ട് തന്നെയാ. ആയ്, നല്ല രസമായിരിക്കും അല്ലേ? ഇങ്ങനെ ഹൽദി കല്യാണം നടത്തുമ്പോ മഞ്ഞള് വാരി പൂശുന്നതേ കണ്ണീര് തട്ടാതിരിക്കാനാണെന്നാ പറയുന്നത്. അച്ഛമ്മേ, ദിയമോൾക്ക് അത് കാണാൻ കൊതിയായി. വന്ദനമ്മേ, എന്നെ രക്ഷിച്ച ആ രക്ഷകൻ അങ്കിളിനെ കല്യാണത്തിന് വിളിക്കണ്ടേ? നാളെ കല്യാണത്തിന് വരുന്ന കാര്യം പറ വന്ദനമ്മേ. അയ്യോ, ഞാൻ അക്കാര്യം മറന്നുപോയി മോളെ. അദ്ദേഹം വലിയ തിരക്കുള്ള ആളാ. ഓർമ്മിപ്പിച്ചാലും കല്യാണത്തിന് വരൂ എന്നുള്ള കാര്യം തന്നെ സംശയ. ദിയമോടെ പേര് പറഞ്ഞ എവിടെയും ഏത് സമയത്തും അങ്കിള് വരും. അത്രയ്ക്ക് സ്നേഹോ എന്നോട്. ഒന്ന് വിളിക്കു വന്ദനമ്മേ. വിളിക്കാം. നമുക്ക് പുറത്തു പോയിട്ട് വിളിക്കാം. എന്നാ വാ. അല്ല സമദക്ക, നിങ്ങളെന്താ ഇവിടെ? ആ സ്ത്രീക്ക് ഒരു കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയതാ. നിങ്ങളെന്താ ഇവിടെ? ആ കുട്ടിക്കൊരു കൊട്ടേഷൻ കൊണ്ട് ഇറങ്ങിയതാ. എങ്കിൽ നിങ്ങൾ അതിലേ വാ. പാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.